ഹലോ, ഫൊറിയർ ട്രാൻസ്ഫോംസ്. എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമാണ് എഫ് ഒമേഗ. എഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഒമേഗയുടെ ഫോർമുല എന്ന് പറയുന്നത് 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു -i ഒമേഗ എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഒമേഗയാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു i ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ രണ്ട് ഫോർമുലയും പഠിച്ചു വയ്ക്കണം. ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു -kx. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, കെ ഗ്രേറ്റർ ദാൻ 0, 0 അതർവൈസ്. ആദ്യം കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഒമേഗയാണ്. എഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ്. അതിൻ്റെ ഫോർമുലയാണ് ഇത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു -kx ആണ്, അത് കൊടുത്തു. ഇനി ഇ റൈസ് ടു -kx ഉം ഇ റൈസ് ടു -i ഒമേഗ എക്സും കൂടെ കമ്പൈൻഡ് ആക്കി എഴുതുമ്പോഴത്തേക്ക് ഇ റൈസ് ടു -k+i ഒമേഗ ഇൻറ്റു എക്സ്. ഇനി ലിമിറ്റ് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി ഇട്ടാൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇ റൈസ് ടു ഇ റൈസ് ടു തന്നെയാണ്. അപ്പോൾ ഇ റൈസ് ടു -k+i ഒമേഗ ഇൻറ്റു എക്സ് ബൈ -k+i ഒമേഗ. ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. അപ്പോഴത്തേക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു -ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 1 ആണ്, ഇ റൈസ് ടു -ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഇത് കോംപ്ലക്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആണ് കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/√2π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഒമേഗ ഇ റൈസ് ടു i ഒമേഗ എക്സ് ഡി ഒമേഗ. എഫ് ഒമേഗ ഇപ്പോഴായിട്ട് കിട്ടിയതാണ് 1/√2π k+i ഒമേഗ. ഇനി ഇ റൈസ് ടു i ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് പ്ലസ് i സൈൻ ഒമേഗ എക്സ് ആണ്. അതായത് ഇ റൈസ് ടു i തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റയാണ്. അപ്പോഴത്തേക്ക് താഴെ വന്നത് k+i ഒമേഗയാണ്. അപ്പോൾ താഴെ കോംപ്ലക്സ് വന്നുകൊണ്ട് കോഞ്ചുഗേറ്റ് എടുത്ത് മുകളിലും താഴെ ഇൻറ്റു ചെയ്യാം. അതായത് k-i ഒമേഗ എടുത്ത് മുകളിലും താഴെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ താഴെ വരുന്നത് k² + ഒമേഗ സ്ക്വയർ എന്ന് വരും. അതായത് a+b ഇൻറ്റു a-b എന്ന് പറയുന്നത് a² - b² ആണ്. ഇവിടെ -i² ഒമേഗ സ്ക്വയർ എന്ന് വരും. i² -1 ആണ്. അപ്പോഴത്തേക്ക് k² ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ k-i ഒമേഗ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 ടേംസ് വരും. അതിൽ ഐ ഉള്ളതിനെ ഗ്രൂപ്പ് ചെയ്ത് പ്രത്യേകിച്ചാക്കി ഐ ഇല്ലാത്തതിനെ ഒരുമിച്ച് എഴുതി. നമുക്കിതിനെ രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറ്റി എഴുതാം. ഡി ഒമേഗയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ആരാണ് ഓഡ് ആരാണ് ഈവൻ എന്ന് നോക്കാം. ഡി ഒമേഗയിലേ ചെയ്യുന്നത്. അപ്പോൾ ഒമേഗയ്ക്ക് മൈനസ് കൊടുക്കണം. അതായത് കോസ് ഒമേഗ എക്സ്, അതിൽ മൈനസ് വന്നാലും മൈനസ് പുറത്ത് വരില്ല. അതേപോലെ ഒമേഗയിൽ മൈനസ് ഉണ്ട്, സൈനിലും മൈനസ് ഉണ്ട്, കൂടെ പ്ലസ് ആവും. അപ്പോഴത്തേക്ക് ഇതാണ് ഈവൻ. ഇവിടെ വരുമ്പോഴത്തേക്ക് സൈൻ ഒമേഗ എക്സിൽ മൈനസ് പുറത്ത് വരും, അത് ഓഡാണ്. ഒമേഗ കോസ് ഒമേഗ എക്സും ഓഡാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷനാണ്. ഓഡിൻ്റെ ആൻസർ 0 ആണ്. ഈവൻ വരുന്നത് ആദ്യത്തേതാണ്. ഈവൻ വരുന്നത് എന്താണ്? 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഈ 2ഉം ഈ 2ഉം കൂടെ വെട്ടിപ്പോയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനത്തെ ഒരു ആൻസർ കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 എന്നാണ് തന്നിരിക്കുന്നത്. ഇ റൈസ് ടു -i ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് -i സൈൻ ഒമേഗ എക്സ് ആണ്. അപ്പോഴത്തേക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് മാറ്റി എഴുതാം. ഐ ഉള്ളത് ഒരു ഇൻ്റഗ്രല്, ഐ ഇല്ലാത്തത് ഒരു ഇൻ്റഗ്രല്. ഇവിടെ ഈവൻ ആരാണ് ഓഡ് ആരാണെന്ന് നോക്കും. അപ്പം എക്സ് ആണ് ചെയ്യുന്നത്. എക്സിന് മൈനസ് കൊടുക്കുമ്പോൾ കോസിലെ മൈനസ് ആണ് വെളിയിൽ വരാത്തത്, അപ്പോൾ അത് ഈവൻ. സൈനിലെ മൈനസ് വെളിയിൽ വരും, അത് ഓഡാണ്. അപ്പോൾ ഈവൻ ഫംഗ്ഷനെ നമുക്ക് 2 ടൈംസ് എന്ന് എഴുതാം. 2 ടൈംസ് പിന്നെ ആ -∞ -1 to 1 പകരം 0 to 1 എന്ന് എഴുതാം. 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രൽ ഓഫ് കോസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്.
ഇവിടെ ലിമിറ്റ് എങ്ങനെയാണ് 0 to 1 അല്ലേ വരുള്ളൂ, 0 to 1. അപ്പം വെളിയിലൊരു √2/πയും കൂടെ ഉണ്ട്. ആ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എഫ് ഒമേഗ എന്ന് പറയുന്നത് √2/π sin ω/ω എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല എഴുതി. എഫ് ഒമേഗ ഇപ്പം കിട്ടിയത് അതെഴുതി. e⁻⁻x എന്ന് പറയുന്നത് cos ω(x) + i sin ω(x) ആണ്. അപ്പം നമുക്കിതിന് ആ √2ഉം ഈ √2ഉം കൂടെ വെട്ടിപ്പോവും. √/√πയും കൂടെ 1/π എന്ന് കിട്ടി. പിന്നെ 2 ഇൻ്റഗ്രലായിട്ട് മാറ്റി വെച്ചു. ഇനി ഓഡ് ആരാണ് ഈവൻ ആരാണെന്ന് നോക്കും. അപ്പോൾ ആദ്യം കിടക്കുന്നതാണ് ഈവൻ, രണ്ടാമത്തത് ഓഡാണ്. അപ്പോൾ ഈവന് നമുക്ക് 2 ടൈംസ് എന്ന് പറയാം. 2 ടൈംസ് പിന്നെ പകുതി എടുത്താൽ മതി. 0 to ∞ sin ω/ω cos ω(x) dω എന്ന് വരും. അതായത് 2/π ഇന്റഗ്രൽ 0 to ∞ sin ω/ω cos ω(x) dω എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് ഫോർ mod x < 1. mod എക്സിന്റെ വാല്യൂ <1 വരുമ്പോഴേ അതിന്റെ വാല്യൂ 1 ആണ്, അതർവൈസ് 0 ആണെന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് എഫ് ഓഫ് എക്സ് എന്നല്ലേ കിട്ടിയത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്. എപ്പോഴാണ്? -1നും +1നും ഇടയ്ക്കാണ് എക്സ് എങ്കിൽ. mod x < 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എക്സിന്റെ വാല്യൂ -1നും +1നും ഇടയ്ക്കെന്നാണ്. ഇനി അതർവൈസ് 0 എന്നാണല്ലോ. അപ്പോൾ mod x > 1 ആണെങ്കിൽ 0 എന്നാണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് +or-1 ആകുമ്പോഴോ +or-1 ആകുമ്പോഴത്തേക്ക് ഈ രണ്ടിന്റെ ആവറേജ് ആണ്. അതായത് 1 + 0/2, അതായത് 1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് അവിടെ ഒരു പാർട്ട് കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഇതാണ് ഇന്റഗ്രൽ 0 to ∞ sin ω/ω dω = π/2 എന്നാണ്. അതൊന്ന് പ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഇപ്പം കിട്ടിയ ആൻസർ ഇല്ലേ, അതില്ല നമുക്ക് ഈ കോസിന്റെ ടേം വേണ്ട. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ cos 0 1 എന്ന് വരും. എക്സിന് 0 കൊടുക്കുമ്പോൾ ബാക്കി എന്താണ്? 2/π ഇന്റഗ്രൽ 0 to ∞ sin ω/ω dω = 1 എന്ന് കിട്ടി. അതായത് ഇന്റഗ്രൽ 0 to ∞ sin ω/ω dω എന്ന് പറയുന്നത് π/2 ആണ്. നമുക്കെപ്പോഴും ആൻസർ കിട്ടി. ഓക്കെ, താങ്ക് യു.